ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ ഡെയിലി മന്ന എന്ന വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 6:19-20. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്നുള്ളതാണ് നമുക്ക് ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ അതിന് കാരണഭൂതമായിരിക്കുന്നത് എന്താണെന്നാണ് അതിൻ്റെ ആദ്യത്തെ, അതായത് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ ദാനമായിട്ട് നമ്മളിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. അപ്പോൾ നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. അപ്പം നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ. അത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ വിലയ്ക്ക് വാങ്ങി? കർത്താവ് തൻ്റെ രക്തത്താൽ, കാൽവറിയിൽ താൻ ചൊരിഞ്ഞ രക്തത്താൽ, അതിക്രമങ്ങളാലും പാപത്താലും മരിച്ചവരായിരുന്ന നമ്മെ ജീവിപ്പിക്കേണ്ടതിന് നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങി. സ്വന്തം രക്തം കൊടുത്താണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. അല്ലാതെ സ്വർണമോ വെള്ളിയോ ഒന്നും കൊടുത്തല്ല. സ്വന്തം രക്തം, അതായത് സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി തന്നാണ് നമ്മെ കർത്താവ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് രക്തം ചൊരിഞ്ഞ് തന്നെ നമുക്ക് വിമോചനം കർത്താവ് സാധിപ്പിച്ചു തന്നു. പഴയ നിയമ കാലത്ത് പാപപരിഹാര ദിനം എന്നുള്ള ഒരു ദിവസമുണ്ടായിരുന്നു എല്ലാ വർഷവും. അന്ന് ആത്മതപനത്തോടുകൂടെ മഹാപുരോഹിതൻ തൻ്റെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയും യാഗമൃഗങ്ങളെ അർപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. യാഗമൃഗങ്ങളെ അറുത്ത് അതിൻ്റെ രക്തം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആത്മതപനത്തോടുകൂടെ പ്രാർത്ഥനയും യാചനയും കഴിച്ചുകൊണ്ട് ആ മൃഗത്തിൻ്റെ രക്തം ആ ഹോളി ഓഫ് ഹോളി, അതായത് അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപ്രകാരം തളിക്കുന്ന രീതിയിലായിരുന്നു പാപമോചനം നമുക്ക് ലഭിക്കാനായിട്ട് കർത്താവ് കൊടുത്തിരുന്ന നിയമം. അപ്പോൾ ആ നിയമം അനുസരിച്ച് ആട്ടുകൊറ്റൻ്റെയും പശുക്കിടാക്കളുടെയും ഒക്കെ രക്തത്താൽ നമുക്ക് വിമോചനം തരുവാനായിട്ട് അന്നൊരു നിയമമുണ്ടാക്കിയിരുന്നു. എന്നാൽ വാസ്തവത്തിൽ എല്ലാ വർഷവും അത് ചെയ്യേണ്ടപ്പോൾ മനുഷ്യൻ്റെ പാപം പൂർണ്ണമായി മോചിക്കപ്പെടുന്നില്ല. ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് സാധ്യമാകുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല. കർത്താവ് നമുക്ക് വേണ്ടി ഒരിക്കലായിട്ട് യാഗമായി തീർന്നതുകൊണ്ട് ആ കാൽവറി യാഗത്തിൻ്റെ ആ രക്തത്തിൽ, ആ വീണ്ടെടുപ്പ് വിലയിൽ നാം വിശ്വസിച്ച് കഴിയുമ്പോൾ നാം കർത്താവിൻ്റെ സ്വന്തമായി തീരുകയാണ്. ആ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിടുക എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ആത്മാവ് വിശ്വാസത്താൽ നമ്മിൽ വന്ന് വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ മർത്യ ശരീരമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി തീരുകയാണ്. എത്ര ഭയഭക്തിയോടുകൂടെയാണ് ശലോമോൻ ദേവാലയം ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, കർത്താവേ, സ്വർഗത്തിലും സ്വർഗാധിസ്വർഗത്തിലും നീ അടങ്ങുന്നവനല്ല എങ്കിൽ തന്നെയും ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ മന്ദിരത്തിൽ വന്ന് അങ്ങ് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നത്.
അപ്പോൾ അവിടെ ആശ്ചര്യമായി ഭൗതികമായ ഒരു മന്ദിരത്തിൽ അല്ലെങ്കിൽ ആ ദേവാലയത്തിലായിരുന്നു ദൈവം വസിച്ചിരുന്നത് എന്ന വിശ്വാസത്തോടു കൂടെ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുകയും ദൈവം ഉത്തരമരുളുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ സഭയിൽ നമുക്കെന്താണ് ഇത്ര വലിയ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ഏതു സമയത്തും കൃപാസനത്തോട് അടുത്ത് ചെല്ലത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൈവം സ്വർഗങ്ങളിൽ അടങ്ങുന്നവനല്ല, സ്വർഗത്തിലാണ് കർത്താവ് വസിക്കുന്നത്. എങ്കിലും നമ്മുടെ ഹൃദയത്തിലും വസിക്കുവാനായിട്ട് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ അതിമഹത്തായ ഒരു ഭാഗ്യാവസ്ഥയിലാണ് നാം ഇന്ന്. അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് കർത്താവിനെ മഹിമപ്പെടുത്തുവീൻ, അതായത് പാപം ചെയ്യാതെ കർത്താവിനെ ആരാധിക്കുകയും പാപം ചെയ്തു പോയാൽ ആത്മതപനത്തോടുകൂടെ തൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ തന്നെ കഴുകി ശുദ്ധീകരിക്കുകയും വേണമെന്നുള്ളതാണ് ഈ വചനഭാഗത്ത് നിന്നും നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ശുദ്ധീകരണത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ, കർത്താവ് നമ്മിൽ വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.